എല്ലാവർക്കും സാജ് ഫാമിലിയുടെ മനോഹരമായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തായ്ലൻഡിലെ പട്ടായയിലുള്ള മിനി സിയാമിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലുടനീളം അവിടെ നമുക്ക് എന്തെല്ലാം കാണാം, അതുപോലെ നമ്മൾ ഇവിടുത്തെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഈ വീഡിയോയിലുടനീളം നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. മഴ പെയ്യണമെങ്കിൽ ഒരു കൊടയൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഇത് മിനിസിയമാണ്. നമ്മളിപ്പോൾ അടുത്തെത്തിയിരിക്കുന്ന സ്ഥലം മിനിസിയമാണ്. കുറെ കാണാനുണ്ട്, ഇതിൽ ഒത്തിരി കാണാനുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവർ ഞങ്ങൾ എല്ലാവരും കുട്ടികളുടെ മനസ്സിലായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കാറ്. അപ്പോൾ നമ്മൾ വന്നേക്കാണ് കേട്ടോ. കണ്ടോ, കളർഫുൾ ആയിട്ടുള്ള കൊടയൊക്കെ പിടിച്ച ആൾക്കാർ വരുന്നുണ്ടോ. ഇവിടെ മഴ പെയ്തായിരുന്നു രാവിലെ, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ മിക്ക സ്ഥലത്തും നമുക്ക് ഇങ്ങനെ ഹോട്ടലൊക്കെ ആണെങ്കിൽ അവിടെ ആ റൂമിൽ അവരൊരു കൊടയൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. തായ്ലൻഡിലെ പട്ടായയിലുള്ള ഒരു മിനിയേച്ചർ പാർക്കാണിത്. ഇത് മിനി സിയാം അല്ലെങ്കിൽ മിനി യൂറോപ്പ് എന്നൊക്കെ അറിയപ്പെടും. പ്രധാനമായിട്ടും മിനി സിയാം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തായ്ലൻഡിലുള്ള പ്രശസ്തമായ ലാൻഡ്മാർക്കുകളും അതുപോലെ തന്നെ യൂറോപ്പിലുള്ള പ്രശസ്തമായ ലാൻഡ്മാർക്കുകളുമാണ്. റഷ്യയിലേക്കാണ് കേട്ടോ കയറാൻ പോകുന്നത്. ഇതാണ് സെന്റ് ബേസിൽ. ഓക്കെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. റഷ്യയുടെ തന്നെ എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ അതിങ്ങനെ കണ്ട് ഇങ്ങനെ അങ്ങോട്ട് വരാണ് കേട്ടോ. ഇവിടെ ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളാണ് കേട്ടോ. എല്ലാതും ഒത്തിരി ഉണ്ട്, നേരത്തെ കാണിച്ച പോലെ തന്നെ. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോന്നും ഫേമസ് ആയിട്ടുള്ള ആ രാജ്യത്തെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരാക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഇതാണ് സെന്റ് ബേസിലാണ് റഷ്യയുടെ മെയിനായിട്ട് അവർ കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിൻ പോലെയും അതിൻ്റെ അടുത്തൊരു കുറച്ച് ഫിഷും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര വെച്ച്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സിംഗപ്പൂരിന്റെ ഔദ്യോഗിക ചിഹ്നമായ മെർലിയോൺ ആണ് കേട്ടോ. അതായത് സിംഹത്തിന്റെ തലയും അതുപോലെ മത്സ്യത്തിന്റെ ഉടലുമുള്ള ഒരു പുരാണ ജീവി, അതിനെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. സിംഗപ്പൂരിലുള്ള ഈ മെർലിയോൺ പാർക്ക് നേരിട്ട് കാണാനായിട്ടുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ ആരെങ്കിലും സിംഗപ്പൂരിൽ പോകുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് പോയി കാണേണ്ട ഒരു പാർക്കാണ് കേട്ടോ ഇത്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന അടിപൊളിയൊരു ലാൻഡ്മാർക്കാണ് സിഡ്നി ഒപ്പേറ ഹൗസ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെട്ടിട്ടുള്ള കെട്ടിടങ്ങളിൽ ഒന്നാണ് ഈ സിഡ്നി ഒപ്പേറ ഹൗസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ലണ്ടൻ ടവറിനടുത്തുള്ള തോംസ് നദി അത് മുറിച്ചു കിടക്കുന്ന രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ടവർ ബ്രിഡ്ജ് ആണ് കേട്ടോ. നല്ല മനോഹരമായിട്ടാണ് ഈ ടവർ ബ്രിഡ്ജും ഇവിടെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ടവർ ബ്രിഡ്ജ് കഴിഞ്ഞില്ലേ, അവിടെ നമ്മൾ നേരെ എവിടേക്ക് ചാടിയെന്നുണ്ടോ, നേരെ ജർമ്മനിയിലേക്കാട്ടോ വന്നത്. ജർമ്മനിയിൽ അങ്ങനെ ഇതൊരു കത്തീഡ്രലാണ് കേട്ടോ, റോമൻ കാത്തലിക് കത്തീഡ്രലാണ്. പിന്നെ നമ്മൾ അവിടുന്ന് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ചെറിയൊരു ഗാർഡൻ തന്നെയാണ്. ആ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പോൾ നമുക്ക് ഇതാണ് കേട്ടോ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇത് ഫ്രാൻസിലെ എലാൻകോട്ടിലുള്ള ഒരു മിനിയേച്ചർ പാർക്ക് തന്നെയാണ് കേട്ടോ. ഇത് നല്ലൊരു ഭംഗിയിലാണ് ഇതും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നീണ്ടു കിടക്കുന്ന ഒരു പാർക്കാണ്. അവിടെ പല രീതിയിൽ ഇതുപോലെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള എന്താ പറയുക സ്റ്റാച്യൂസ് ആണെങ്കിലും അങ്ങനെയൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ തീർത്തും ഒരു എൻജോയ്മെന്റിനുള്ള ഒരു ഏരിയ പോലെയാണ് അവർ ഈ ഒരു സൈഡ് മൊത്തത്തിൽ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഇത് ടിബറ്റിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സ്തൂപങ്ങളും അതുപോലെ ഒരുപാട് സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ന്യൂയോർക്ക് നഗരത്തിനുള്ളിലെ ന്യൂയോർക്ക് ഹാർബറിലുള്ള ലിബർട്ടി ദ്വീപിലുള്ള വളരെ ഭീമാകാരമായിട്ടുള്ള ഒരു നിയോ ക്ലാസിക്കൽ ശില്പം എന്ന് പറയാം, ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇത് ഫ്രാൻസിലെ ജനങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് സമ്മാനമായിട്ട് ലഭിച്ച ഒരു ചെമ്പ് പൊതിഞ്ഞ ഒരു പ്രതിമയാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യേശുവിന്റെ ഈ കൈ വിരിച്ച് നിൽക്കുന്ന ഒരു ബിഗ് ആയിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ് കേട്ടോ. ഇതിന്റെ പേര് തന്നെ പറയുന്നത് ക്രൈസ്റ്റ് ദി റിഡീമർ എന്നാണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ മൊത്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അറ്റോമിയം ബെൽജിയം അതുപോലെ തന്നെ ഡേവിഡ് സ്റ്റാച്യൂസ് ഒക്കെ പോലെ എന്താ പറയുക ലോകത്തിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ബിഗ് ആയിട്ടുള്ള ലാൻഡ്മാർക്കുകൾ, ഐക്കോണിക് ആയിട്ടുള്ള ലാൻഡ്മാർക്കുകളുടെ പലതരത്തിലുള്ള സ്റ്റാച്യൂകളാണ് കേട്ടോ നമുക്ക് ഈ ഒരു മൊത്തം കാണാനായിട്ട് സാധിക്കാം. അവിടെ നിന്ന് നമ്മൾ നേരെ വന്നത് ഇറ്റലിയിലേക്കാണ് കേട്ടോ. ഇറ്റലിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ട്രെവി ഫൗണ്ടെയിൻ ആണ് കേട്ടോ ഈ കാണുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിച്ചോട്ടെ, ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടപ്പുറത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഓൾ എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. ഒപ്പം തന്നെ ചെറിയൊരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. പിന്നെ ഇതിന് മുൻപ് തന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് തായ്ലൻഡിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. അതായത് തായ്ലൻഡിൽ എങ്ങനെയാണ് ഏറ്റവും പാക്കേജൊന്നും ഇല്ലാതെ ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ പോകാനായിട്ട് സാധിക്കും, അതുപോലെ
തായ്ലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ നമുക്ക് പറ്റാവുന്ന അമളികൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഓരോ സ്ഥലത്തേക്കും ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെയൊക്കെ ടിക്കറ്റ് എടുക്കാം, അതുപോലെ ബാങ്കോക്ക്, പട്ടായ, ഫുക്കറ്റ് എന്നീ സ്ഥലങ്ങളിലേക്കുള്ള ചെറിയ ഐറ്റിനറികൾ, അങ്ങനെ എല്ലാ രീതിയിലും ഞാൻ ഒരുപാട് വീഡിയോസുകൾ മുൻപൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു മിനി സിയാമിനെ കുറിച്ചുള്ള ഒരു വീഡിയോ മാത്രമായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. മൊത്തത്തിൽ തായ്ലൻഡിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തായ്ലൻഡിലേക്ക് പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും അതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നല്ല വീഡിയോസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ തായ്ലൻഡിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അത് നിങ്ങൾ നിരാശപ്പെടുത്തുകയില്ല, മറിച്ച് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും ആ വീഡിയോസുകളെല്ലാം തന്നെ. കാരണം ഞങ്ങൾ തായ്ലൻഡിൽ ചെന്നിട്ട് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഓരോ അനുഭവങ്ങളും ഞങ്ങൾ കണ്ട കാഴ്ചകളും അതുപോലെ തന്നെ നിങ്ങളുടെ യാത്ര ഞങ്ങളുടേതിനേക്കാൾ ഏറ്റവും കൂടുതൽ മനോഹരമാക്കാനായിട്ട് എങ്ങനെയൊക്കെ സാധിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള എല്ലാ രീതിയിലുമുള്ള വീഡിയോസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ യാത്ര ഞങ്ങളുടെ ഇതിനേക്കാൾ മനോഹരമാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഫ്രാൻസിലെ പാരീസിലെ തന്നെയുള്ള ഒരു ഏറ്റവും വലിയൊരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഈഫൽ ടവർ ആണ് കേട്ടോ. ഈഫൽ ടവർ അല്ലെങ്കിൽ ഐഫൽ ടവർ എന്നൊക്കെ പറയാറുണ്ട്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് 1887 മുതൽ 1889 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ്. ഇതിൻ്റെ എഞ്ചിനീയർ ആയിട്ടുള്ള ഗുസ്താവ് ഈഫൽ എന്ന് പറയുന്ന ആ ആളുടെ പേരിൽ തന്നെയാണ് ഈ ടവറും അറിയപ്പെടുന്നത്. ഈഫൽ ടവർ അല്ലെങ്കിൽ ഐഫൽ ടവർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദക്ഷിണ കൊറിയയിലെ സിയോളിലുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ ഇത്. ഇതിന്റെ പേര് നാംദമുൻ മാർക്കറ്റ് എന്നാണ് കേട്ടോ. ഇത് ശരിക്കും കൊറിയയിൽ പോകുന്ന ഒരു വിനോദസഞ്ചാരികളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ലാൻഡ്മാർക്കാണ്, അല്ലെങ്കിൽ എല്ലാവരും തന്നെ കാണുന്ന ഒരു സ്ഥലമാണ് എന്ന് നമുക്ക് പറയാം കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ രീതിയിൽ എന്താ പറയുക താഴെ ചെറിയ എയർപ്ലെയിനും അങ്ങനെയൊക്കെ ആയിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ രാജ്യമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ വീണ്ടും വന്നേക്കുന്നത് ഓസ്ട്രിയയിൽ എത്തിയിട്ടാ. ഓസ്ട്രിയയില് ഇതാരെ കൂട്ടു ഒരു പഴയ ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാന്ന് പറയുന്നത്. ജോൺ അങ്ങനെ എന്തൊരു പേരാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ജോയൻ സ്റ്റാർസ്. പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഫ്രാൻസിലെ പാരീസിലുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കാണ് ആർക്ക് ഡി ട്രയോഫ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മിനിസിയാമിന്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 9 AM മുതൽ വൈകിട്ട് 7 PM വരെയാണ് കേട്ടോ. ഞങ്ങൾ ഇവിടേക്ക് വരാനായിട്ട് ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് ടു അട്രാക്ഷൻ എന്ന വെബ്സൈറ്റ് മുഖേനയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സൈറ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടും വളരെ വില കുറഞ്ഞ രീതിയിൽ വിശ്വസിക്കാവുന്ന ഒരു വെബ്സൈറ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് കേട്ടോ. മിനിസിയാമിന്റെ ഓരോരോ സംഭവങ്ങളായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇനി ഇതിന്റെ താഴെ കുറെ എന്താ പറയുക ഒരു കുഞ്ഞൊരു പാർക്ക് പോലെ എന്ന് പറയാം കേട്ടോ. നല്ല ഭംഗിയിലാക്കി വെച്ചിട്ടുണ്ട് അവര്. അപ്പം അവിടെയാണ് ഇവിടെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഇവിടെ ഒരു എലിഫന്റിന്റെ സ്റ്റാച്യു ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. കാണില്ലേ ഒരു സ്റ്റാച്യു? ഇത് എന്താ സംഭവം ഞാനും നോക്കട്ടെ നിങ്ങളുടെ ഒപ്പം തന്നെ. ഇതാണത്. എന്തോ ഒരു എലിഫന്റ് ആണ് കേട്ടോ മിനിസിയാമിലെ. നെയിം ഓഫ് എലിഫന്റ് ഈസ് ദാറ്റ് ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മളത് വായിക്കാനൊക്കെ നമുക്കൊന്ന് കവർ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ വായിക്കുകയൊന്നും ചെയ്യാത്തത്. നല്ല എലിഫന്റ് ആയിട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് സ്റ്റാച്യുകളാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ എലിഫന്റ് താഴെ കണ്ടോ ചുറ്റും കുഞ്ഞു കുഞ്ഞു എലിഫന്റായിട്ട് നല്ല ഗോൾഡൻ കളറിലുള്ള എലിഫന്റ്. നല്ല ഭംഗിയായിട്ട് അത് കാണാനായിട്ട്. പിന്നെയെന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവർ ഒരിക്കലും നമ്മളൊരു എന്താ പറയുക ഒന്നിനും തൊടാനൊന്നും പാടില്ല, ഒരു സ്റ്റാച്യുവിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറി പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് കാരണം അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാനായിട്ട് പറ്റത്തില്ല. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കണ്ടു പോകാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ അകലേക്ക് നോക്കി അവിടെ കണ്ടോ ആളുകളൊക്കെ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടോ. എന്താ ലവ് ചിഹ്നത്തിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് അപ്പോൾ കപ്പിൾസായിട്ട് വരുന്നവർ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവർക്കായിട്ട് ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ പകുതി അവിടെ ക്ഷീണിച്ചിരിക്കുകയാണ് എല്ലാവരും കൂടെ. അപ്പം അവർ വേറെ സ്ഥലത്തായി പോയി. നമ്മളിതൊക്കെ ഒന്ന് കവർ ചെയ്യണ്ടേ, അപ്പോൾ ഓടി പോകുന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങളിങ്ങനെ ഫോട്ടോഷൂട്ടിന് പറ്റി കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ എന്താ നല്ല ഭംഗി അവിടെ മൊത്തത്തിൽ കാണാനായിട്ട് രസമാണ്. ഈവനിങ് വാക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് ഇതിക്കൂടെ ഈവനിങ്ങിൽ ഇങ്ങനെ വാക്ക് ചെയ്ത് അടിപൊളി സെറ്റപ്പായിട്ട് ഇങ്ങനെ നടന്നൊക്കെ പോകാനായിട്ട് പറ്റുന്ന നല്ല സൂപ്പർ സ്ഥലം എന്ന് പറയാം കേട്ടോ. കുഴപ്പമില്ല. ഒരു ശരിക്കും നമ്മൾ ക്ലൈമറ്റൊക്കെ നോക്കിയിട്ടൊക്കെ വേണം വരാനായിട്ട്. ഇവിടെ സത്യത്തിൽ ശരിക്കും മഴയൊക്കെ പെയ്തു രാവിലെ, പക്ഷേ എങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു. നമുക്ക് ഇച്ചിരി ചൂടൊക്കെ മഴ തീർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ചൂടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ. പിന്നെ ഇവിടെ മൊത്തം ഒരു ചെറിയൊരു പാർക്ക് പോലെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ അവിടെ പോകുമ്പോൾ കുറച്ച് പാർക്കും ഒരു കുഞ്ഞൊരു പോണ്ടും അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വേറെ ഇവിടെ അടുത്തൊരു സ്റ്റാച്യു ഉണ്ട്. ഫുള്ള്
സ്റ്റാച്ചു ആണ് കേട്ടോ ഇവിടെ മൊത്തത്തിൽ സ്റ്റാച്ചു. മുകളിൽ നിന്ന് നമ്മൾ യൂറോപ്പിൻ്റെതായിട്ടുള്ള എല്ലാ ലാൻഡ്മാർക്കുകളും ഐക്കണിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. അതായത് തായ് വാസ്തുവിദ്യയുടെ ഒരു മികച്ച ചിത്രീകരണമാണ് നമ്മൾക്ക് ഈ താഴെ കാണുന്ന ഒരു പാർക്ക് എന്ന് പറയാം. അത്രത്തോളം ഭംഗിയിൽ അത്ര മനോഹരമായിട്ടാണ് ഇവർ തായ്ലൻഡിനെ കുറിച്ചിട്ടുള്ള അവരെ കൾച്ചറിനെ കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അവരവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കുത്തിവെച്ചിരിക്കുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചൂസ് ചെയ്യുന്നത് സാധാരണ ഒരു ഈവനിങ് ടൈം കണ്ടിട്ടാണ്. കാരണം ആ ഒരു സമയത്ത് ഇവിടെ മിക്ക ആ ഒരു സ്റ്റാച്യൂകളായിട്ട് പല സംഭവങ്ങളും ഉണ്ടാക്കി വെച്ചതിൽ നല്ല ഭംഗിയിലുള്ള ലൈറ്റുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. മാത്രമല്ല ഇതൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ എവിടെയും ഷെയ്ഡും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ചൂട് സമയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ല ചൂട് തന്നെയായിരിക്കും കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് അതിനേക്കാളും കുറച്ചും കൂടി കാലാവസ്ഥ നോക്കി ഇവിടെ വരികയായിരിക്കും ബെറ്റർ. ഒരു ചെറിയൊരു എയർപോർട്ടിന്റെ മാതൃക പോലെയാണ് കേട്ടോ അവരാക്കി വെച്ചിരിക്കുന്നത്. ഒരു എന്താ പറയുക 2-3 എയർപ്ലെയിനും ഒരു ചെറിയൊരു എയർപോർട്ട് മോഡലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. തായ് എയർപോർട്ടാന്ന് തോന്നുന്നു അവർ ഉദ്ദേശിച്ചത്. പിന്നെ ഈ ബ്രിഡ്ജ് മുക്കോടെയുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ കാറുകളാണ്, അങ്ങേറ്റം വരെ പല രീതിയിലുള്ള കാറുകളാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വലിയ വലിയ VIP കാറുകളൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തോന്നുന്നു. എനിക്കതിൽ വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും അത് രസം കാണാനായിട്ട്. എനിക്കൊന്ന് ഇതിപ്പോൾ ചെറിയ ബൾബൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ രാത്രിയിൽ വേണമെങ്കിൽ ഇവർ ഇതൊക്കെ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ഈ ബ്രിഡ്ജ് ആണെങ്കിലും ഈ കാറുകളുടെ ഉള്ളിലാണെങ്കിലും അതുപോലെ ഈ ഒരു ചെറിയൊരു വഞ്ചി പോലെ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് സ്പീഡ് ബോട്ടൊക്കെ പോലെ അതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് ഇടുമ്പോൾ നല്ല രസം ഉണ്ടാവട്ടെ കാണാൻ. ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് സ്ട്രോളറൊക്കെ കൊണ്ടുവരാണെങ്കിൽ ഒത്തിരി ഉപകാരമായിരിക്കും കേട്ടോ. കാരണം ഒരുപാട് ദൂരം ഇത് നടന്ന് കാണാനായിട്ടുണ്ട്. അപ്പം കുട്ടികളെ എടുത്തുകൊണ്ട് അത്രയും ദൂരം നടന്ന് കാണുക എന്നുള്ളത് ശരിക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും. അപ്പം സ്ട്രോളറിനൊക്കെ പറ്റിയ നല്ല വഴികളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പറയാനില്ല. ഇന്ത്യൻ ഫാൻസ് ബൈ. താങ്ക് യു. കണ്ടോ നമ്മുടെ ഇന്ത്യക്കാർ പൊളിയല്ലേ, എവിടെ കണ്ടാലും നമ്മളൊരു ഹൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകും. അങ്ങനെയാ. പിന്നെ നമുക്ക് കാണാൻ സാധിച്ചത് തായ്ലൻഡിന്റെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഒരു മാതൃകയായിരുന്നു കേട്ടോ. അതും കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പാർക്ക് മൊത്തം തായ്ലൻഡിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളുമാണ് മുക്കിലും മൂലയിലുമായിട്ട് അവർ കൊത്തിവെച്ചിരിക്കുന്നത് എന്ന് പറയാം. മാത്രമല്ല അത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു ഓരോ കാര്യങ്ങളും ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഫോട്ടോ ഷൂട്ടിന് പറ്റിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ. നല്ല നല്ല റെസ്റ്റോറൻറ്റുകൾ നമ്മൾ ഈ പാർക്കിൽ നിന്ന് മേളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല റെസ്റ്റോറൻറ്റ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നു. അതുപോലെ വാഷ്റൂം സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇതുപോലെ കണ്ട് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മുതിർന്നവരാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് അത് കണ്ട് അത് ആസ്വദിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കി എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ തീർത്തും വെർത്ത് വിസിറ്റ് ആയിട്ടുള്ള ഒരു എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഇത് എന്ന് പറയാം. പക്ഷെ അത് ആസ്വദിക്കുന്നവരാവണം കേട്ടോ. പിന്നെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാനായിട്ട് വലിയ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അവർക്ക് അത് അത്ര വലിയ ഒരു സുഖകരമായിട്ടുള്ള ഒരു കാഴ്ചകളൊന്നും ആയിരിക്കില്ല ഇത്. അതല്ല എങ്കിൽ ഇത് എന്തുകൊണ്ടും നല്ല വെർത്ത് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ തായ്ലൻഡിലെ ഈ മിനി സിയാമിൽ കണ്ട കാഴ്ചകളെല്ലാം. അതും അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഒപ്പം തന്നെ ഒരു ഷെയറും ലൈക്കും അതുപോലെ കമൻറ്റും ഒക്കെ തരണേ. മാത്രമല്ല ഒപ്പം തന്നെ ഞാൻ തായ്ലൻഡിനെ കുറിച്ച് മുൻപ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാതും കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നിങ്ങൾ തായ്ലൻഡിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർത്തും ഒരു മുതൽക്കൂട്ടായിരിക്കും ആ വീഡിയോകളെല്ലാം തന്നെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇതുവരെ കണ്ട എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു.